കൊന്നിച്ചോ മിനസാൻ മിസ്റ്റ് മൈറ്റ് മഹയത്തിൻ്റെ സീസൺ 1 എപ്പിസോഡ് 10 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നമ്മൾ ഏകദേശം 29ഓളം ചാപ്റ്റേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ വെറും 10 എപ്പിസോഡ് കൊണ്ട് 29ഓളം ചാപ്റ്റേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി 80 ചാപ്റ്റേഴ്സും കൂടിയാണ് റിമൈനിങ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കാര്യം ഈ 80 ചാപ്റ്റേഴ്സും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനി കൊണ്ടുവരാൻ പോവുകയാണ്. അതാട്ടെ ഒരിക്കലില്ല ജേണി തന്നെയായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ആ ഒരു മലയോര പ്രദേശമാണ് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ന്യൂമൂൻ്റെ തൊപ്പി അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ അവളുടെ ശരീരത്തുണ്ടായിരുന്ന കുറച്ചധികം ആഭരണങ്ങളും. ഇതേ സമയത്ത് ആ മന്ത്രവാദിയുള്ള റിഫ്ലക്ഷനായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അവൻ്റെ കയ്യിലായിട്ട് ഒരു പേപ്പറും അതാട്ടെ കത്തി തീരുകയും ചെയ്തു. ഈ സമയത്ത് അവൻ മനസ്സിൽ പറയുന്നുമുണ്ട്, ന്യൂമോൺ എന്ന് പറയുന്നത് ഫീനിക്സ് പാവലിയനിലെ തന്നെ 3rd മോസ്റ്റ് പവർഫുൾ ആയ ഒരു മന്ത്രവാദിയാണ്. എന്നിട്ടും അവളുടെ ക്രൂരമായ ഒരു മരണം എന്തോ ഒന്ന്. പെട്ടെന്ന് അവനത് മെർജ് ചെയ്യാനായിട്ട് നോക്കി, എന്നിട്ട് അത് ശ്രദ്ധിക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ചധികം മന്ത്രമൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ ഓർമ്മയിലേക്ക് അവൻ കടന്നു കയറാനുള്ള പരിപാടി തുടങ്ങി. എന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ അവൻ്റെ കൈകൾ വെച്ചിട്ട് നോക്കിയപ്പോൾ അവളുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ അവളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ അവന് കാണാൻ സാധിച്ചു. ലേഡി സിയക്കിനെ പറ്റിയും റിവേഴ്സ് മർഡറിനെ പറ്റിയും പിന്നെ മോക് ജൂൻ വൂനെ പറ്റിയും എല്ലാം തന്നെ അവനെ കാണാൻ സാധിച്ചു. പക്ഷെ പെട്ടെന്നാണ് അവനത് എന്തോ ഒരു പുറൽ കൂടെ വരുന്നത് പോലെ. അത് നമ്മുടെ ബ്ലൂ സ്പിരിറ്റിന്റെ ആ ഒരു കൈകളായിരുന്നു. അവന് മനസ്സിലായി ആരുടെയോ കൈയുടെ ഉള്ളിലാണ് അവനിപ്പോൾ ഇരിക്കുന്നതെന്ന്. പെട്ടെന്ന് പേടിച്ച് അവൻ നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോഴാണ് അവന് ആശ്വാസമായത്. അല്ല, ഞാനിപ്പോൾ കണ്ടത് ഒരു ബ്ലൂ സ്പിരിറ്റിനെയല്ലേ? കണ്ടിട്ട് എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ശരിക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബ്ലൂ സ്പിരിറ്റിനെയാണ്. അവളാട്ടെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാര്യം ആ മാനുവലിനകത്ത് എന്താണോ കാണിക്കുന്നത് അത് നമ്മുടെ ജിയോങ് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ അകത്ത് എങ്ങനെയാണുള്ളത് അത് തന്നെ അവൻ വളരെ ക്ലീൻ ആയിട്ട് തന്നെ കോപ്പി ചെയ്യുകയായിരുന്നു. ഒരു തെറ്റ് പോലും അവൻ വരുത്തുന്നില്ല. അതിലുപരി അത് നിയർലി പെർഫെക്റ്റും ആയിരുന്നു. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് അവൻ ഓരോന്നും ചെയ്യുന്നത്. ഇതെല്ലാം അവൾ കണ്ടുകൊണ്ട് നിൽക്കാൻ നേരത്ത് അവൾ പറയും ചെയ്യും, അല്ല ഇതെന്താണ് ഞാൻ ഈ കാണുന്നത്? യൂഷ്വലി ഒരാൾ മാർഷൽ ആർട്സ് പഠിക്കാൻ നേരത്ത് ആ ബേസിക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ആൻഡ് ആ ബേസിക്കിൽ നിന്ന് ഓരോ സീരീസ് കണക്ട് ചെയ്ത് ആ ബേസിക്കിനെ അഡ്വാൻസിലേക്ക് കൊണ്ടു ചെല്ലും. ഈവൻ അതൊന്നും മാസ്റ്റർ ചെയ്യാനായിട്ട് ഒരാൾ എത്ര തവണയാണ് സെയിം മൂമെന്റ്സ് വീണ്ടും ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഫസ്റ്റ് ഫോം ഒഴികെ ബാക്കി എല്ലാം തന്നെ ഇവൻ നിസ്സാരമായി. ഇനി ഇവന് ആകെപ്പാട് ആവശ്യമുള്ളത് അവൻ്റെ മസിലൊന്ന് ഗ്രോ ചെയ്താൽ മതി, അവന് ആവശ്യമുള്ള രീതിയിൽ. അങ്ങനെയോടെ ചെയ്തു കഴിഞ്ഞാൽ അവന് പിന്നെ പ്രാക്ടീസ് പോലും ചെയ്യേണ്ടി വരത്തില്ല. സത്യം പറഞ്ഞാൽ ഇവനെ ജീനിയസ് എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. ടു ബി ഫ്രണ്ട്, ഇവനൊന്ന് കെഞ്ചി എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവനെന്തെങ്കിലും പഠിപ്പിച്ച് കൊടുത്തേന്നാം. പക്ഷെ അത് അല്ല, ഇവൻ കെഞ്ചി എങ്ങനെ വന്നാ ഞാൻ എന്താണ് ഈ ആലോചിച്ച് നോക്കുന്നത്, മാറ്റി എല്ലാം മാറ്റി. ഇതാട്ടെ നമ്മുടെ ജിയോ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഗാർഡ് ഗോച്ചൻ അവിടേക്ക് വന്നു. യങ് മാസ്റ്റർ, താങ്കൾ എന്നെ വിളിച്ചിരുന്നോ? ആ, നീ വന്നത് കറക്റ്റ് സമയത്ത് തന്നെയാണ്. എനിക്കൊരു കാര്യം ചെയ്തു തരണം നീ. പിന്നെ കാണിക്കുന്ന നമ്മുടെ സൊജാങ് കൺട്രിയാണ്. അവിടെയാട്ടെ നമ്മുടെ എറ്റേണൽ ഓർക്കിഡ് പാവലിൻ്റെ അകത്ത് നമ്മുടെ ഗാർഡ് ഗോച്ചാൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു ചെറിയ കഷ്ണം പേപ്പറും ഉണ്ട്. അല്ല എങ്കിലും ഇതെന്തുമായിരിക്കും? യങ് മാസ്റ്റർ, ഇതെന്താണ്? അത് ഞാൻ അന്വേഷിക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ ഒരു ഇന്ത്യൻ ഓർഗനൈസേഷനിലെ നീ ഒന്ന് പോയിട്ട് ഇതിനെപ്പറ്റി ഒന്ന് തെരഞ്ഞേ. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഇവിടെ ആകെപ്പാടുള്ള ഒരെണ്ണം അത് ഈ ഒരു ഓർഗനൈസേഷനാണ്. ഇവരാട്ടെ ഏറ്റവും ലീസ്റ്റ് സ്കിൽഡുമാണ്. അതുകൊണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ എന്തിനാണ് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നത്? വന്ന് ഞാൻ അവൻ്റെ ഒരു ലോയൽ ഡോഗായി മാറിയില്ലേ. ഞാൻ എപ്പോഴാണ്? അല്ല, പറഞ്ഞതുപോലെ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാര്യം എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു ഗോളൊന്നുമില്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ എപ്പോഴേ വിറ്റു. അതിനു പകരം ഞാൻ ഒരു അസാസിനായിട്ട് വളരുകയും ചെയ്തു. എന്നാൽ എനിക്ക് ടാലൻറ്റോ ഒരു കോപ്പുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ റിട്ടയർമെൻറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് ഗാർഡ് കാമിനെ ഞാൻ കണ്ടത്. അവനും നല്ല മനുഷ്യനൊന്നും അല്ലായിരുന്നു. ബേസിക്കലി ഒരു ടൂളായിട്ടാണ് അവൻ എന്നെ കണ്ടത്. എന്തിനേറെ ഇപ്പോൾ ഉള്ളവനും അതൊക്കെ പോലെ തന്നെയാണ്, ഒരു ടൂളായിട്ടാണ് എന്നെ കാണുന്നത്. പക്ഷേ ഞാൻ എന്താണ് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്? ജീവിതത്തിൻ്റെ ഒഴുകിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് പോയാൽ പോരെ. എന്തായാലും ഞാൻ യൂസ്ലെസ് ആയി മാറാൻ നേരത്ത് അവൻ ഉറപ്പായിട്ടും എന്നെ കൊണ്ടേ കളഞ്ഞോളും. പക്ഷേ ഒന്നോർത്താൽ നല്ലതാണ്. കാര്യം പണ്ടത്തെ തരം കഷ്ടപ്പാടൊന്നുമില്ല ഇപ്പോൾ ജീവിക്കാനായിട്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ച് ഇനി ആ ഡിമോണിക്കാളെ ബോസ്റ്റഡ് അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ ചിലപ്പോൾ പ്രശ്നം വരുള്ളൂ. അതിലുപരി അവൻ്റെ പോസ്റ്ററുമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല.
പെട്ടെന്നാണ് ഒരാൾ അവിടേക്ക് നടന്ന് വന്നത്. എന്നിട്ട് ആ ഡോർ അങ്ങോട്ട് തുറക്കുകയും ചെയ്യും. അതായിരുന്നു എറ്റേണൽ ഓർക്കിഡ് പാവലിൻ്റെ അകത്തെ ആ ഒരു ഇൻഫോർമൻ്റ് ആയുള്ള പാവലിൻ ഓണറുള്ള ഗോഗ്. അവൻ്റെ കൂടെയായിട്ട് ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം, നീ കുറച്ച് നേരമല്ലേ എന്നെ കാത്തിരിക്കുന്നത്. ഓഹ്, ഞാൻ കേട്ടിരുന്നു ഇവന്മാർ കുറച്ച് അതിലുപരി നട്ടുച്ചയായതുള്ളൂ, എങ്കിലും അവൻ കുടിച്ച് ഒരു ബോധം പോലെ. അല്ല, എനിക്കൊരു കാര്യം അറിയാനായിരുന്നു. ഹാ, അതിനെന്താ? ഈ സമയത്താണ് അവനത് ശ്രദ്ധിച്ചത്. അല്ല, നീ എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ന്യൂ കമ്മറാണ്. അതിലുപരി ഇവൾ നല്ല സുന്ദരിയല്ലേ, ഒന്ന് നോക്കിക്കേ. ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്, അവളെ പുറത്തിറക്ക്. അവളെപ്പറ്റി വിചാരിക്കൊന്നും വേണ്ട, അത് അവളെ പുറത്തിറക്കാനല്ല ഈ പറഞ്ഞത്. ഓഹ്, എങ്കി ഓക്കെ, നീ പൊക്കോ. ഈ സമയത്ത് അവൻ നോക്കിയിട്ട് പറയും ചെയ്യും, നീ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്, ഞാനൊന്ന് വരുന്നുണ്ട്. ഡാ, മര്യാദക്ക് നിർത്തിയിട്ട് ഇവിടെ ശ്രദ്ധിക്കാൻ നോക്കെന്ന് പറഞ്ഞ് ഗോച്ചൻ അവിടെ ഒരു അറ്റാക്ക് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് അവൾ അവൻ്റെ കരണം നോക്കി ഒരു അടി കൊടുത്തത്. അവരെല്ലാവരും ഒന്ന് സ്തംഭിച്ചു പോയി. നാശം, ഇനി എനിക്കിതൊന്നും വെച്ചിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഡേ നായെ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്തിട്ട് പോയപ്പോഴാണ് അവൾ അവൻ്റെ തലയിൽ കയറി പിടിച്ച് മൂക്കിലേക്ക് ചാടിയത്. എന്നിട്ട് പെടല് തിരിച്ച് അങ്ങോട്ട് ഒടിച്ചു കളഞ്ഞു. അതിനുശേഷവും അവൾ മുകളിൽ തന്നെയായിരുന്നു. എന്നിട്ട് നേരെ നിലത്തേക്ക് വരികയും ഗോച്ചൻ ഇത് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. തൻ്റെ സോറെടുത്ത് അറ്റാക്ക് ചെയ്തിട്ട് പോയപ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ടേബിൾ ചവിട്ടി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. നാശം, ലോങ് ടൈം നോ സീ, ലോ റാങ്കിങ് അസസിനായുള്ള നമ്പർ 86 എന്നും പറഞ്ഞ് അവൻ്റെ മുഖത്തേക്കും ശരീരത്തിലേക്കും ആ ഒരു നീഡിൽസ് അവൾ വലിച്ചെറിഞ്ഞു. അല്ല, ഈ ഒരു ടെക്നീക്ക്, ഹോഹ്, സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആണ്. നിനക്കെന്നെ മനസ്സിലായില്ലേ? നമ്പർ 86, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇപ്പോൾ വിളിക്കേണ്ടത്? ഗോച്ചാൻ എന്നോ? ആൻഡ് അതായിരുന്നു ഹാച്ചെറിയൻ, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അസാസിനേഷൻ ഓർഗനൈസേഷനുള്ള ഫ്ലൈയിങ് അസാസിനേഷൻ സെറ്റിൻ്റെ ഹെഡ്. മിസ്, താങ്കളോ? 100 പേരെങ്കിലും കൊല്ലണം. അതെ, 100 പേരെ കൊല്ലണം. അതാണ് ഫ്ലൈയിങ് അസാസിനേഷൻ സെറ്റ് ലീഡർ ആകാനുള്ള ബേസിക് ആയുള്ള ഒരു ക്വാളിഫിക്കേഷൻ റിച്വൽ എന്ന് പറയുന്നത്. ആൻഡ് അതിലുപരി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസും ബാക്കി എല്ലാവരും തന്നെ നിന്നെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. അതിലുപരി സൊജാങ്ങിൽ തന്നെ വൺ ഓഫ് ദി 4 ഗ്രേറ്റസ്റ്റ് ഉള്ള അസാസിനേഷൻ ടീമിൽ ഒന്നാണ് ഇവർ. ഒരു സെക് ലീഡർ ആയിക്കഴിഞ്ഞാൽ നേരത്ത് അവർക്ക് പോയിസൺസ് ഉള്ള ഒരു വെപ്പണും സീക്രട്ട് ഉള്ള വെപ്പണും ലഭിക്കുന്നതാണ്. നീ തൽക്കാലം അടങ്ങിയിരിക്കുക. അതാണ് ഈ കീൻ ബിലവൻസ് ഉള്ള നീഡിൽ. ഞാൻ നിന്റെ പാരാലിസിസ് തൽക്കാലം ഊരി മാറ്റാന്ന് പറഞ്ഞുകൊണ്ട് അവൾ അതെല്ലാം കൂടെ വലിച്ച് ഊരുകയും ചെയ്യും. അതവളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനർത്ഥം അവളായിരിക്കണം ഇപ്പോൾ സെക്ട് ലീഡർ. പക്ഷേ ചാഹിർ എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള സക്സസർ തന്നെയാണ്. ഫ്ലൈയിങ് അസാസിൻ സെറ്റ് ഇവൾ മാത്രമേ ഉള്ളൂ, കാര്യം അവളുടെ ടാലൻറ്റ്. എന്നാൽ ഇവൾക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഡിസ്ക്വാളിഫയിങ് ഫാക്ടർ എന്ന് പറയുന്നത് അതവളുടെ മോശമായ ഒരു പേഴ്സണാലിറ്റിയാണ്. ആ ഒരു പേഴ്സണാലിറ്റി വെച്ചുകൊണ്ട് ആരെയും കൊല്ലാൻ പറ്റത്തില്ലെന്നും 100 പേരെ എങ്ങനെ കൊല്ലുമെന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിലുപരി എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ കൊച്ചുകുരിപ്പ് എനിക്ക് കുറേയധികം പണി മേടിച്ച് തന്നതാണ്. പക്ഷേ ഇവളെപ്പോഴാണ് ഇത്രയധികം തീർന്നെന്നും പറഞ്ഞ് അവൻ്റെ നെറ്റിലുള്ളതും കൂടെ വലിച്ചങ്ങോട്ട് എടുത്തു. സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ച് നിന്നിങ്ങനെ കണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരിയാണ് മിസ്, കുറേ നാൾ സെക് ലീഡർ. എന്ത്? ഞാനാണ് ഇപ്പോഴത്തെ സെക് ലീഡർ. എനിക്കറിയായിരുന്നു. അപ്പോൾ ഇവളുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആയി കാണുമല്ലേ? അതുകൊള്ളാം. നീ ഇപ്പോൾ റിട്ടയർ ആയതുകൊണ്ടാണോ നീ നിന്റെ സെക് ലീഡറിനെ കണ്ടിട്ട് ഒന്ന് പോലും സെക് ലീഡർ അങ്ങനെയൊന്നുമില്ല. വേണ്ട, ഞാൻ പറഞ്ഞിട്ടില്ല നീ ചെയ്തത്. ഇവൾക്കൊരു മാറ്റവും ഇല്ല. എന്തായാലും നന്നായി. ഞാൻ ഫസ്റ്റ് റണ്ണുള്ള മോക്സോഡ് മാനല്ലേ അവനെ കത്തിരിക്കുമായിരുന്നു. അവനെ സെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിനകത്തേക്ക് കയറി പറ്റുമല്ലോ. ഇനിയിപ്പോൾ നീ ഉണ്ടല്ലോ, നിന്റെ കൂടെ പോകാമല്ലോ. അല്ല താങ്കൾ, എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിരുന്നു. അസാസിൻ നമ്പറായുള്ള 29 മരണപ്പെട്ടു. അത് ഗാഡ്കാമാണ്. അതിലുപരി അവൻ എൻ്റെ അസാസിനേഷൻ അറ്റംപ്റ്റും ഫെയിലായി. ഈ ഫ്ലൈയിങ് അസാസിനേഷൻ സെറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഗോൾഡൻ റൂളുണ്ട്. അത് എന്ത് വില കൊടുത്തും അവരുടെ മിഷൻ അക്കംപ്ലിഷ് ചെയ്യണമെന്നാണ്. സത്യം പറഞ്ഞാൽ അവന് ശരിക്കും മികച്ചതായിരുന്നു. ഞാൻ ഓർത്തത് അവനത് ഫെയിലാകാതെ ചെയ്യുമെന്നാണ്. പക്ഷേ ഇതിപ്പോൾ അല്ല, നീ എന്തായാലും ചോദിച്ചില്ലായിരുന്നോ ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്? സിമ്പിളാണ്. ഞാൻ മോക്സോഡ് മാനറിലെ 3ാമത്തെ മകൻ്റെ തലയെടുക്കാനാണ് വന്നത്. കാര്യം അവനെയായിരുന്നു അവർക്ക് കൊല്ലേണ്ടത്. ഇത് കേട്ടപ്പോൾ തന്നെ ഗോച്ചാൻ ഒന്ന് ഞെട്ടി. അതിനുശേഷം കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരമാണ്. ബ്ലൂ സ്പിരിറ്റ് ആട്ടെ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇനി എത്ര നേരം പറയാൻ ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് അവളാട്ടെ കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. ശരിയാണല്ലേ, സന്ധ്യയാണല്ലേ, അപ്പോൾ നമുക്ക് കഴിച്ചാലോ? അത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി, നന്നായിട്ട് തന്നെ. പിന്നെ കാണിക്കുന്നത് ഒരാൾ വെട്ടുപിഴുങ്ങി ഫുഡ് കഴിക്കുന്നതാണ്. ജിയോങ്ങാട്ടെ ഈ സമയത്തിരുന്ന് പുസ്തകം വായിക്കുമായിരുന്നു.
ആ സമയത്ത് വയറ് നിറച്ച് വാരിക്കോരി ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഹ, ഇതെന്തായാലും കൊള്ളാം. അല്ല, ഇത് ഇത്രയ്ക്ക് നല്ലതാണോ? അതാട്ടെ മറ്റൊരു പെണ്ണായിരുന്നു. പിന്നല്ലാതെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് നിനക്കും ഒരു ദിവസം മനസ്സിലാകും. അത് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ആയിരുന്നു. അവളാട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീനെ പൊസസ് ചെയ്തതായിരുന്നു. ഭക്ഷണം കൊണ്ടുവരുന്ന ആ ഒരു മെയ്ഡിനെ അവളാണ് പൊസസ് ചെയ്തത്. എന്തായാലും അവൾ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഇത് സെറ്റാക്കേണ്ടതാണ്. പെട്ടെന്നാണ് അവളുടെ കയ്യിലേക്ക് ആ ഒരു ഞെരുവ പിടിച്ചിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു അടപ്പ് നിലത്തേക്ക് വീണത്. നാശം, ഇവൾക്ക് 15 മിനിറ്റ് പോലും. ഇവൾ ഓൾറെഡി കുറച്ചുകൂടെ സുന്ദരിയായ ഒരു മെയ്ഡിനെ പൊസസ് ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ ആ സമയത്ത് അവൾ മരിക്കേണ്ടതായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നോർമൽ ഒരു ബോഡിക്ക് പോലും ഇത്ര ഹയർ ലെവലുള്ള ഒരു സ്പിരിറ്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി കാണത്തില്ല. അല്ല, പറഞ്ഞതുപോലെ എന്ത് പറ്റി? നിനക്ക് മന്ത്രവാദത്തിൽ വല്ല താല്പര്യമുണ്ടോ? കാര്യം അവൻ വായിച്ചുകൊണ്ടിരുന്നത് 6% സ്പിരിറ്റ് സമ്മണിങ് ടെക്നിക്കായിരുന്നു. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. നീ ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ബുക്ക് കൊണ്ടുവന്നല്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണുള്ളത് ഇതാണ്. ഈ ഒരു 6% സ്പിരിറ്റ് ടെക്നിക്ക് വെച്ചുകൊണ്ട് ഇതിൽ പറയുന്ന വെച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവനൊന്ന് ബ്ലാങ്കായി. അടുത്ത സെക്കൻഡിലാണ് ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് അവൻ നോക്കിയത്. എടാ, നിന്റെ സെൻസ് ശരിക്കും ഷാർപ്പായി മാറിയല്ലോ. ഇതേ സമയം അവർ രണ്ടുപേരും കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. തൽക്കാലം ഇത് ധരിച്ചോളൂ, ഇതിവിടുത്തെ മെയ്ഡിന്റെ വസ്ത്രങ്ങളാണ്. പിന്നെ എനിക്കൊന്നും വലിയ ഇതൊക്കെ ധരിക്കാനായിട്ട്. നാശം, ഇതൊട്ടും നല്ലതല്ല, ഇതൊട്ടും നല്ലതല്ല, ഇതൊട്ടും തന്നെ നല്ലതല്ല. അവളാണ് ഇപ്പോൾ സെക്ട് ലീഡർ. അതിനർത്ഥം അവൾ അറ്റ്ലീസ്റ്റ് ഒരു സുപ്രീം പീക്കിലെങ്കിലും ആയിരിക്കും. ഇവളെങ്ങനെ ബ്രദർ കാമിനെ ഞാൻ ബിട്രേ ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ഉറപ്പായിട്ടും എന്നെയും കൊല്ലും. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അവനോട് ഇവളുടെ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട്, ഒരു കാര്യം ചെയ്യ്, നീ മാറിക്കോ, ഞാൻ പുറത്ത് കാണും കേട്ടോ. അത് കൊള്ളാം. അപ്പം നിനക്കെന്താ കാണണ്ടേ? ഞാനോർത്ത് നിനക്ക് കാണണമായിരിക്കുമെന്ന്. ഇതങ്ങനെ എപ്പോഴും കിട്ടുന്നൊരു ചാൻസ് ഒന്നും. പെട്ടെന്ന് അവൻ്റെ മനസ്സ് ഒന്ന് വിറച്ചു. ഈ സമയത്താണ് അവൾ പൊട്ടിച്ചിരിക്കുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ ഒന്നോർത്താൻ നന്ദിയുണ്ട്. നീ ഇപ്പം എന്തായാലും എന്നെ സഹായിക്കാനില്ലേ? അത് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കും എൻ്റെ സീനിയർ ബ്രദറിന് വേണ്ടി പ്രതികാരം ചെയ്യണ്ടേ? ശരിയാണ്, തൽക്കാലം ഇങ്ങനെ അഭിനയിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇവളും നീ എൻ്റെ കൂടെ ഉള്ള കാരണം തന്നെ എൻ്റെ കൂടെ ഇപ്പോൾ ഒരു വോൾ ആർമി ഉള്ളത് പോലെയാണ്. നന്നായി. അതിലുപരി നിനക്കിപ്പോഴും ആ ഒരു അസാസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു റിട്ടയർ ആയിട്ട് പോലും എനിക്കെന്തായാലും നിന്നെ ഭയങ്കര വിശ്വാസമാണ്. അത്രയുള്ളെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞ് നടക്കാൻ പോയപ്പോഴാണ് ആ ഒരു അറ്റാക്ക് അവൻ്റെ ശരീരത്ത് വന്ന് വീണത്. എനിക്ക് നിന്നെ വിശ്വാസമാണ്, അതല്ലായിരുന്നോ നിനക്ക് കേൾക്കേണ്ടത്? നിന്റെ ഫെല്ലുള്ള അസാസിൻ ഇവിടെ മരണപ്പെട്ടിട്ട് പോലും നീ ഇവിടെ ഒന്നും തന്നെ ചെയ്തില്ല. അതിനർത്ഥം നിന്റെ ലോയാലിറ്റി എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അതിലുപരി നിന്റെ റിയാക്ഷൻ കാണുന്നിടത്ത് അവന് നിനക്ക് കൊല്ലേണ്ടതുപോലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ നിനക്കൊരു മാറ്റമില്ല കേട്ടോ. നീ റിട്ടയർ ആയതുപോലെ തന്നെ ബേസിക്കലി യൂസ്ലെസ് ആണ്. നാശം, ഇവളെല്ലാം മനസ്സിലാക്കി വെച്ചോണ്ടാണല്ലേ ഇവിടേക്ക് ഞാനൊന്നും തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കെന്തായാലും ഇനി പ്രായമൊന്നും വെക്കാൻ പോകുന്നില്ല. നീ വിട്ടിയാണ്. ഈ സമയത്ത് തന്നെ നീരുന്നല്ലേ നല്ലത്. പക്ഷേ നിനക്ക് മറ്റൊരു കാര്യം അറിയുമോ? ഈ പഠിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിന്നെപ്പോലെ ആർക്കും വേണ്ടാത്ത നിങ്ങൾ മരിക്കുന്നതാണ്. നാശം, എനിക്ക് എവിടെയാണ് തെറ്റിയത്? ആ റിയലായുള്ള തേർഡ് സൺ മരിച്ചതുകൊണ്ടാണോ? അതോ ബ്രദർ കാമിനെ ഞാൻ ബിട്രേ ചെയ്തുകൊണ്ടാണോ? അതൊന്നുമല്ല. എല്ലാത്തിനും കാരണം ഞാൻ വീക്ക് ആയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ? മിസ്റ്റർ കാമിനെ അവഞ്ച് ചെയ്യാനായിട്ട് നീ യങ് മാസ്റ്റർ മോക്കിനെ കൊന്നു. എന്നിട്ട് നീ തനിയെ ചത്തു. അതായിരിക്കും ഇവിടെ എല്ലാവരും അറിയാൻ പോകുന്നത്. നാശം, എല്ലാം. അപ്പോൾ എങ്ങനെ ഗുഡ് ബൈ പറയുമല്ലെന്ന് പറഞ്ഞ് അവൾ ചാടി വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ആ ഒരു കൈ പൊട്ടിത്തെറിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് അവൻ യൂസ് ചെയ്യുകയും അവളുടെ കയ്യിലുണ്ടെന്ന ആ കത്തി അവൻ്റെ അടുത്തേക്ക് പറന്ന് ചെന്ന് അവനത് കയറി പിടിക്കുകയും ചെയ്യും. പിന്നെ കാണുന്നത് ആ കഥകും ചവിട്ടി തുറന്നുകൊണ്ട് അവൻ നേരെ വരുന്നതാണ്. ഗാർഡ് ഗോച്ചാൻ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. ഗാർഡ് ഗോച്ചാൻ, നീ ഇതാദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. ഈ ഒരു ഡീവൻ ഇവൻ ശരിക്കും കൂളാണല്ലോ. നീ അപകടത്തിൽപ്പെട്ടിരുന്നോടാ. അടുത്ത സെക്കൻഡ് തന്നെ ഗാർഡ് ഗോച്ചനെ അവൾ വലിച്ചു നേരെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് അനങ്ങിപ്പോകില്ലേ യങ് മാസ്റ്റർ മോക്ക്? നീ എങ്ങനെ അനങ്ങിയ നിന്റെ ഗാർഡ് ഇവിടെ മരിച്ചു വീഴും. ഈ സമയത്ത് അവനാട്ടെ അവിടെ അനങ്ങാതെ നിൽക്കുകയും ചെയ്യും. നാശം, ഇവളെന്തായാലും ഞെട്ടിയിട്ടുണ്ടായിരിക്കും. കാര്യം തേർഡ് യങ് മാസ്റ്ററിന്റെ മാർഷൽ ആർട്സ് ഒക്കെ നഷ്ടപ്പെട്ടെന്നല്ല പറയുന്നത്. സോ ഇവനെ കാണുന്നിടത്ത് അവൾ കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിരിക്കും. അവനിപ്പോൾ യൂസ് ചെയ്ത് ടെലിക്കിനിസിസ് പോലെ ഒരു അഡ്വാൻസ് ഉള്ള സ്കില്ലാണ്. അതിലുപരി അവൻ എന്തായാലും മനസ്സിലാക്കണം ഇവളുടെ സുപ്രീം പീക്ക്. പക്ഷേ ഇവൾക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. ഈ നാറി ഇവൻ ശരിക്കും ഒരാളോട് പോലും കൂറില്ലാത്ത ഒരു ജീവിയാണ്. അവൻ ആര് മരിച്ചാലും ഒരു കുഴപ്പവുമില്ല. ആ സമയത്ത് ആ നേരെ മുന്നിലേക്ക് കുറച്ച് നടന്നു.
ഞാനിപ്പോ ചാകുമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്നാട്ടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വെപ്പൺ എടുത്ത് നേരെ എറിഞ്ഞത്. അത് നേരെ നിലത്ത് വന്ന് പതുക്കുകയും ചെയ്തു. അതവിടെ കിടന്ന് വിറക്കുന്നുകൊണ്ട് അവനെ വിട്ടേക്ക്. ഏ എന്ത്? ഞാൻ പറയുന്ന സ്ഥിതിക്ക് നീ അവനെ വിട്ടേക്ക്. അത് കൊള്ളാം, അപ്പൊ ഇവന് വിലയുണ്ടല്ലേ? എന്റെ മൈൻഡ് ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ആയി. അവനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതെനിക്കൊരു നഷ്ടം തന്നെയാണ്. സോ ഞാനിപ്പോ തരുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അവനെ വിട്ടേക്ക്. അല്ല, ഇവൻ ഇവൻ എന്നെ സഹായിക്കാൻ നോക്കുന്നോ? എന്നിട്ട് കുറച്ചു നേരം അവരങ്ങനെ തന്നെ നിന്നു. ഹ്, ഇവനെ വിടണമല്ലേ? ഇവനെ വിടണമല്ലേ? നിനക്കെത്ര ധൈര്യമായിട്ടാണ്? ഞാൻ ഫ്ലൈയിങ് അസസിൻ സെറ്റിന്റെ ലീഡറാണ്. നിനക്ക് എന്നോട് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് മുട്ടുമടക്കിട്ട് കിടന്ന് കെഞ്ചാൻ തുടങ്ങ്. എങ്കിൽ ഞാൻ ഇവനെ വെറുതെ വിട്ടേക്കാം. അവൾ കംപ്ലീറ്റ്ലി സീരിയസ് ആയിരുന്നു. അവളുടെ കണ്ണിലൂടെ അതവന് വ്യക്തമായി മനസ്സിലാകുകയും ചെയ്തു. ഹാ, പെട്ടെന്ന് അവൻ നേരെ മുട്ടുമുടക്കി നിലത്തേക്ക് ഇരിക്കാൻ പോയി. എന്ത്? ശരിക്കും അവൻ ഉറപ്പായിട്ടും അതൊരു ഗാർഡിന് വേണ്ടി? ആ സമയത്ത് അവൻ നേരെ നിലത്തേക്ക് നോക്കിയതിന് ശേഷം മറ്റൊരു സൈഡിലേക്ക് നോക്കി. പെട്ടെന്നാണ് നിലത്തുണ്ടായിരുന്ന ആ ഒരു വെപ്പൺ എടുത്തുകൊണ്ട് അവൻ അവളുടെ നേരെ പാഞ്ഞ് ഓടിയത്. എനിക്കറിയാമായിരുന്നടാ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അവളെ ഞെട്ടി. കാര്യം ജിയോങ് നോക്കിയത് അവളുടെ നേരെയല്ല, പകരം മറ്റൊരു ദിശയിലേട്ടായിരുന്നു. കാര്യം അടുത്ത സെക്കൻഡിലാണ് അവളുടെ തലയുടെ മുകളിൽ ആ ഒരു കൈ പ്രത്യക്ഷപ്പെട്ടത്. അത് അവളുടെ അടുത്തേക്ക് വരുന്നത് അവൾക്ക് ചെറുതായിട്ട് തോന്നുകയും അവളുടെ കയ്യിലും കാലിലും ആ ഒരു രക്തം കറങ്ങി പിടിക്കാനും തുടങ്ങി. പെട്ടെന്നായിരുന്നു നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ആ ഒരു അറ്റാക്ക് ചെയ്തത്. അവളത് പെട്ടെന്ന് ഡോഡ് ചെയ്യുകയും ആ ഒരു ബ്ലൂ സ്പിരിറ്റിന്റെ അറ്റാക്ക് അവളുടെ ശരീരത്ത് ഏൽക്കുന്നില്ല. എന്നിട്ട് ഗാർഡ് ഗോച്ചാന്റെ ബോഡിയായിട്ട് അവൾ നേരെ ബാക്കിലേക്ക് ചാടി. അല്ല, അത് ഇവിടെ ഒന്നും തന്നെയില്ലല്ലോ. അവൾ പീക്ക് റിലത്തിലാണ്. അതിനർത്ഥം ആ ലെവലിലെ മനുഷ്യർക്ക് ഈ സ്പിരിറ്റ്സിന്റെ ഓറ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നിയായിരുന്നു നീ ഇത് ഡോഡ് ചെയ്യുമെന്ന്. പക്ഷേ ഇതേ സമയം ജിയോങ്ങളുടെ തൊട്ട് പുറകിലുണ്ടായിരുന്നു. നീ പലതും വിട്ടുപോയെന്ന് പറഞ്ഞപ്പോൾ അവനൊരു അറ്റാക്ക് ചെയ്യും അവളത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിലുണ്ടായിരുന്ന വേപ്പണം തെറിച്ച് പോകുന്നുണ്ട്. അതിനുശേഷം അവളാട്ടെ നേരെ ബാക്കിലേക്ക് എടുത്ത് ചാടി. വെൽക്കം ബാക്ക് ഗാർഡ് ഗോച്ച എന്ന് പറഞ്ഞ് അവന്റെ മുഖത്തുണ്ടായിരുന്ന എല്ലാം അവൻ നിസ്സാരമായി വലിച്ചൂരിയെടുത്തു. അത് കണ്ടപ്പോൾ അവൾ അട്ടിമുടി ഒന്ന് ഞെട്ടി. അല്ല, അതെങ്ങനെ? എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്റെ മുമ്പിൽ ഒന്നല്ല 2 പേരുണ്ട്. ആ ഒരു സ്ട്രേഞ്ച് ഉള്ള എനർജി എനിക്ക് സെൻസ് ചെയ്യാൻ ഇവൻ ശരിക്കും എന്താണ് ചെയ്യാൻ പോകുന്നത്? പക്ഷേ ഇവൻ ശരിക്കും വീക്കാണ്. അവനെ ഡാഗർ അറിഞ്ഞ് സ്ട്രെങ്ത് വെച്ച് നോക്കാൻ നേരത്ത് ഒരു കാര്യം ഉറപ്പാണ്, അവൻ സുപ്രീം പീക്കിലൊന്നുമല്ല. അതിനർത്ഥം എനിക്കെന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് അവന്റെ നേരെ പാഞ്ഞെടുത്തു. എന്നിട്ട് അവളുടെ പുറകിൽ നിന്ന് ഒരു വെപ്പണും പുറത്തേക്ക് എടുത്തു. അത് അവൻ കാണുകയും ഗാർഡ് ഗോച്ചാൻ കാണുകയും ചെയ്തു. ഫ്ലൈയിങ് അസാസിൻ സെറ്റിലെ അൾട്ടിമേറ്റ് ഉള്ള വെപ്പൺ എക്സ്ട്രീം എക്സിക്യൂഷൻ നീഡിൽ. അതത്ര നല്ലൊരു മൂവ് ഒന്നുമല്ല. നിനക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അവൾ അവന്റെ നേരെ അത് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്ത് കൗണ്ടർ ചെയ്യാനായിട്ട് അവൻ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ബ്ലൂ സ്പിരിറ്റും അതേപോലെ ജിയോങ്ങും അത്ഭുതപ്പെട്ടു പോയത്. എനിക്കനങ്ങാൻ ഈ ഒരു നീഡിൽ സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ്. അതും ഇമെൻസ് ഉള്ള ഇന്നർ എനർജീനെ പിയേഴ്സ് ചെയ്തുകൊണ്ട് അകത്തേക്ക് ചെല്ലാനായിട്ട്. ടു ബി ഫ്രാങ്ക്, അതുകൊണ്ട് തന്നെ ഇവിടെ റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് വർക്ക് ആകത്തില്ല. മോർട്ടൽ സൂക്ഷിച്ച്. അതെ, ചത്ത് തൊലടെന്ന് പറഞ്ഞപ്പോൾ അവന്റെ നെഞ്ചത്തേക്ക് ആ ഒരു അറ്റാക്ക് കയറാൻ പോയപ്പോഴാണ് ഗാർഡ് ഗോച്ചൻ അവിടേക്ക് ഓടി വന്ന് അവനെ തട്ടി മാറ്റിയത്. അവനും ബ്ലൂ സ്പിരിറ്റും അവളും ഒരേപോലെ ഞെട്ടിത്തരിച്ചു പോയി. ഗാർഡ് ഗോച്ചന്റെ തൊട്ട് മുമ്പിൽ ആ ഒരു വെപ്പണെത്തിയും അവന്റെ നെഞ്ചത്തേക്ക് അത് തറച്ചു കയറി നേരെ ബാക്കിലേക്ക് വീഴുന്നുകൊണ്ട്. ഗാർഡ് ഗോച്ചാൻ. അതും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.